തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ലളിതമായ രീതിയിലുള്ള കൃഷി രീതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറികൾ വിത്ത് മുതൽ വിളവ് വരെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. ചെടികൾ നന്നായി വളരാൻ മണ്ണൊരുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ചാണകപ്പൊടി, ചകിരിച്ചോറ്, എല്ലുപൊടി എന്നിവ കുമ്മായം ചേർത്ത മണ്ണിൽ ചേർത്ത് ഇളക്കി കൊടുക്കണം. മണ്ണ് അയവുള്ളതാക്കാനും വേരുകൾ വേഗം ഇറങ്ങാനും ഇത് സഹായിക്കും. തുടക്കക്കാർക്ക് മുളക്, വെണ്ട, പയർ, വഴുതന, തക്കാളി ഇവയൊക്കെ ആദ്യം നട്ട് വളർത്തി നോക്കാം. നല്ല വേനൽക്കാലത്ത് ഇതേപോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് നനയ്ക്കാം. മഴക്കാലത്ത് ലിക്വിഡ് വളങ്ങൾ മഴ മാറി നിൽക്കുന്ന സമയം നോക്കി കൊടുക്കാം. പയറും വെണ്ടയും ഒരു പോട്ടിൽ നടുന്നത് വെണ്ടയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. നമ്മൾ നട്ട ചെടി ഈ ഒരു വലിപ്പത്തിലെത്തി. ഇപ്പം ഈ ഒരു വലിപ്പത്തിലെത്തുമ്പോൾ പിന്നീടുള്ള വളർച്ചയ്ക്ക് വീണ്ടും വളം ഇട്ട് കൊടുക്കണം. കൂടാതെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ ഉള്ളിത്തൊലി, മുട്ടത്തോട്, തേയിലമട്ട് ഇവയും ഇതേപോലുള്ള പോട്ടുകളിൽ ഇട്ട് വെക്കാം. പയർ വള്ളി വീശി തുടങ്ങുമ്പോൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതൽ ഇട്ട് കൊടുക്കണം. പാട്ടും കാഷ്ടോ, കോഴിക്കാഷ്ടോ, ചാണകപ്പൊടിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞി വെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചൊഴിക്കുന്നത് വളരെ നല്ലൊരു നൈട്രജൻ വളമാണ്. പിന്നീട് ചെയ്യേണ്ടത് പയറിന് വളർന്നു കഴിയുമ്പോൾ പടരാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കലാണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇതേപോലുള്ള ഒരു നെറ്റ് കെട്ടിയാണ് കൊടുത്തത്. അത് നമുക്കൊരു വേലിപ്പന്തൽ എന്ന പോലെ കെട്ടുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ 2 തൂണ് നമുക്ക് എത്ര അകലത്തിൽ വേണമെങ്കിലും 2 സൈഡിലേക്ക് നീക്കി നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ കെട്ടാം. ഞാനൊരു കുറച്ച് വലിപ്പത്തിൽ ഒരു 2-3 ചെടിക്ക് വേണ്ട വലിപ്പത്തിലാണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ക്ഷമയും താല്പര്യവും ഒക്കെ വേണം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഈ ഒരു കൃഷി കൊണ്ട് തന്നെ കിട്ടും. ഒരു നല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന പോലുള്ള ഒരു എഫക്റ്റാണ് നമുക്കൊരു കൃഷി ചെയ്ത് അതിൻ്റെ വിളവൊക്കെ കാണുമ്പോൾ കിട്ടുന്നത്. 1-2 മാസങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ചെടികളിലൊക്കെ കായൊക്കെ പിടിച്ചു തുടങ്ങിയ സമയമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഓരോരോ ജൈവ വളങ്ങൾ മാറി മാറി ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. വെണ്ടയിൽ കായൊക്കെ പിടിച്ചു തുടങ്ങി. പയറിലും അതേപോലെ തന്നെ പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. തക്കാളിയിലും കായ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിൽ ആവശ്യമുള്ള കുറച്ചൊക്കെ പച്ചക്കറികൾ തുടക്കക്കാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും. പയറിൽ നിറയെ കായ പിടിക്കാനായിട്ട് ചാരം പുളിപ്പിച്ചൊഴിക്കുന്നത് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പം നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഞ്ഞളിപ്പ് ഇലകളിലൊക്കെ ഉണ്ടാകുന്നത് മാറാനും ഇതേപോലുള്ള ചാരം പുളിപ്പിച്ചൊഴിക്കുന്നത് വളരെ നല്ലതാണ്. പയറിന് ചെയ്തു കൊടുക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെയുണ്ട്. അതിലൊന്നാണ് പയറിൻ്റെ കൂമ്പ് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ ശിഖരങ്ങൾ വന്ന് അതിലൊക്കെ നിറയെ പയറുണ്ടാവും. അപ്പോൾ എത്രത്തോളം ശിഖരങ്ങൾ ഉണ്ടാവുന്നുവോ അത്രത്തോളം പയർ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നൈട്രജൻ അടങ്ങിയ വളവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ പയറിന് വലിയ കീടബാധയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ മുഞ്ഞ എന്ന് പറയുന്ന ഒരു കീടത്തിൻ്റെ ആക്രമണം പയറിലുണ്ടാകാറുണ്ട്. അതിന് അഗ്രോപ്ലസ് എന്ന് പറയുന്ന ഒരു ജൈവ കീടനാശിനി ആണ് ഞാൻ ഉപയോഗിക്കാറ്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ്. ഇതൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ താങ്ക് യു.